ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ 100-ാം വർഷവുമാണ്. താഷ്കെൻഡിൽ ആണ് 1920 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം രൂപം കൊണ്ടതെന്നാണ് CPMൻ്റെ കണക്ക്. CPIയുടെ കണക്കനുസരിച്ച് 1925ആണ്. പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടിട്ട് 100 വർഷമാവുന്നതും 2025-ലാണ്. 1925-ലാണ് ആ സംഭവം നടക്കുന്നത്. അപ്പോൾ സനോജൻ്റെ ചോദ്യം, രാഷ്ട്രീയ സ്വയംസേവക സംഘം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ രണ്ട് ആശയങ്ങൾക്ക് ഈ രാജ്യത്ത്, ഈ നാട്ടിൽ 1 നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ടാകുമ്പോൾ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം നേടുന്ന ശക്തിയായി RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിന് വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് പ്രത്യയശാസ്ത്രങ്ങൾക്ക്, ഇപ്പോൾ ബൽറാം നേരത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തത്വശാസ്ത്രം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രം താങ്കളും പറയും. ഇതിൽ രണ്ടിനും തളർച്ച ഉണ്ടാകുമ്പോൾ RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിന് വളർച്ച, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രാധീശത്വം ഈ രാജ്യത്തെ സകല സംവിധാനങ്ങൾക്ക് മുകളിൽ പുലർത്താൻ കഴിയുന്ന ശതാബ്ദി വർഷമാണ് അവരെ സംബന്ധിച്ച്. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഈ പറയുന്നത് പോലെ RSSൻ്റെ 100-ാം വർഷത്തിൽ RSS തന്നെ പ്രഖ്യാപിച്ചത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കും എന്നായിരുന്നു. പക്ഷേ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാനുള്ള RSSൻ്റെ നീക്കത്തിന് കൊടുത്ത കടുത്ത തിരിച്ചടി തന്നെയായിരുന്നു. അത്ര എളുപ്പത്തിലൊന്നും ഇന്ത്യയെ ഇവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ള ആശയങ്ങളുണ്ട്. അത് എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുക എന്ന ആശയം തന്നെയാണ്. ഇപ്പം നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ അത്ര എളുപ്പത്തിൽ ഇവർക്ക് തകർക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഉറപ്പും. പിന്നെ ഇവിടെ 100 വർഷം പിന്നിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതുപോലെ തന്നെ RSSനെയൊക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. RSS തീർത്തും വർഗീയമായിട്ടുള്ള അജണ്ടയിൽ ഊന്നിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് വംശീയമായി, ജാതീയമായ കാര്യത്തെ മുൻനിർത്തി, മതപരമായ സ്വത്വത്തെ മുൻനിർത്തിയെല്ലാമാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് താൽക്കാലികമായി വിജയമുണ്ടാക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ആത്യന്തികമായി ഈ ആശയത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്ന് തന്നെയാണ് ലോകത്തിന് മുന്നേയുള്ള അനുഭവങ്ങൾ. ഇപ്പോൾ ഹിറ്റ്ലറും മുസോളിനിയും എല്ലാം 10-12 വർഷക്കാലമെല്ലാം അവരുടെ രാജ്യം ഭരിച്ചെങ്കിലും ഇതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യത്തിൻ്റെ പഴുതിൽ കൂടി തന്നെയാണ് അവരെല്ലാം അധികാരത്തിൽ വന്നത്. പക്ഷേ ജനാധിപത്യത്തിൻ്റെ പഴുതുപയോഗപ്പെടുത്തി അധികാരത്തിൽ വന്ന് വംശീയത ആളിക്കത്തിച്ചെങ്കിലും അവർക്ക് അധികകാലം മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ RSSനെയും കാത്തു നിൽക്കുന്നത് അതുതന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന രൂപത്തിൽ ശക്തമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളുണ്ട്. പക്ഷെ അതുകൊണ്ട് അതിനാശയത്തിന് പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ സമൂഹം വർഗവിവിധമായ സമൂഹമാണ്. വർഗവിവിധമായ സമൂഹത്തിൽ വർഗസമരത്തിൽ കൂടിയല്ലാതെ ഒരു സമൂഹവും മുന്നോട്ട് പോയ ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രസക്തിയുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത ശ്രീലങ്കയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൂർത്തമായ ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് ഈ രാജ്യം മാറും എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്.